ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിയ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡിന്റെ വശമാണ് കനത്ത മഴയിൽ ഒലിച്ചുപോയത്. ഉദ്ഘാടനം പോലും കഴിയുന്നതിന് മുൻപ് റോഡിന്റെ അവസ്ഥ അവതാളത്തിലായി എന്ന് തന്നെ വേണം പറയാൻ. 5.5 കോടി രൂപയ്ക്ക് മുകളിൽ വിനിയോഗിച്ച് അത്യാധുനിക നിലവാരത്തിൽ ടാറിംഗ് ഒക്കെ പൂർത്തീകരിച്ച കരകുളം മുല്ലശ്ശേരി വേങ്കോട് റോഡിലെ ഒരു ഭാഗമാണ് മഴവെള്ളം കൊണ്ടുപോയത്. ഈ റോഡിലെ പ്ലാത്തറ ജംഗ്ഷനിലെ റോഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞുപോയത്. 5.5 കോടി ചെലവിട്ട് BM&BC നിലവാരത്തിൽ നിർമ്മിച്ച റോഡാണ് തകർന്നത് എന്നതാണ് രസകരം. റോഡിന്റെ വശങ്ങളിലെ വെള്ളം കുത്തിയൊലിച്ചെത്തിയാണ് ടാർ ഒലിച്ചുപോയിരിക്കുന്നത്. 15 മീറ്ററിലധികം നീളത്തിൽ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് തോട്ടിലേക്ക് വീണു. റോഡ് പണി നടക്കുമ്പോൾ തന്നെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഉൾപ്പെടെ പരാതിപ്പെട്ടിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ റോഡിന്റെ ടാറിങ്ങിനടക്കം പരാതികൾ ഉയർന്നിട്ടും അതൊന്നും അധികാരികൾ വകവയ്ക്കാൻ കൂട്ടാക്കിയുമില്ല. പ്ലാത്തറയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇതൊന്നും പരിഗണിക്കാൻ കരാറുകാർ തയ്യാറായിരുന്നുമില്ല. സംരക്ഷണ ഭിത്തി കെട്ടിയും റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തും നിർമ്മിക്കേണ്ട റോഡാണ് യാതൊരു ഗുണമേന്മയില്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ടാർ ചെയ്തത്. കോൺക്രീറ്റ് ചെയ്ത വശങ്ങളിലെല്ലാം മെറ്റൽ പുറത്തേക്ക് നിൽക്കുന്ന സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. ജനപ്രതിനിധികൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. പൊളിഞ്ഞു വീണാലും ഇനിയിപ്പോ മഴവെള്ളം ഒഴുക്കിക്കൊണ്ടുപോയാലും പ്രശ്നമില്ല. 5.5 കോടി മുടക്കി റോഡ് നിർമ്മിച്ചെന്ന ഒരു പേര് വരുമല്ലോ, ഞങ്ങൾക്കത് ധാരാളം. 50 ലക്ഷം മുടക്കി 5 കോടിയുടെ സൽപ്പേര് പേറിയുള്ള മുഖ്യന്റെയും മന്ത്രിമാരുടെയും മറ്റ് നേതാക്കളുടെയും ഫ്ലക്സ് ബോർഡുകൾ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇപ്പോഴും റോഡിന്റെ വശങ്ങളിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് പ്രയോജനകരമാകാതെ ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള വികസനമാണ് തുടർഭരണത്തിന്റെ പ്രതിഫലനമായി വിവിധ തലങ്ങളിലും കാണാനാകുന്നത്. തുടർഭരണം കക്കലും മുക്കലും ഒക്കെ പരിഗണിക്കുമ്പോൾ അടുത്ത മഴയിൽ റോഡിന്റെ ഇനിയുമുള്ള ഭാഗങ്ങൾ മിച്ചമുണ്ടാകുമോ എന്നതാണ് നാട്ടുകാരുടെ സംശയം. എന്തായാലും ബാക്കിയുള്ള റോഡ് കൂടി തകരാതിരിക്കാൻ ചാക്കിൽ മണ്ണ് നിറച്ചു വെച്ചിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയൊക്കെ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് ചെയ്യുമെന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. റോഡ് തകർന്നാലും കുഴപ്പമില്ല, എന്തായാലും ഉദ്ഘാടനം ഒന്നും മാറ്റിവെക്കാൻ പോണില്ല എന്നാണ് മന്ത്രി GR അനിലിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. നാട്ടിലെ റോഡിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുമെന്ന് വീമ്പിളക്കുന്ന പൊതുമരാമത്ത് മന്ത്രി കൈവെക്കുന്ന എല്ലാ റോഡിന്റെ അവസ്ഥയും ഗോവിന്ദ എന്നത് അഴിമതിയുടെ വ്യക്തമായ പ്രതിഫലനം തന്നെയാണ്.